viewers, welcome back to my channel. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഇൻ ചിൽഡ്രൻ, അല്ലെങ്കിൽ കുട്ടികളിലെ പഠന വൈകല്യം. അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല പാരൻസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ വളരെയധികം മടിയാണ്, ഒന്നും പഠിക്കുന്നില്ല, എത്ര ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒന്നും തലയിലങ്ങ് കയറുന്നില്ല, കുട്ടിക്ക് മടിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം മുഴുവൻ ഇരുത്തി ഞാൻ എഴുതി പഠിപ്പിച്ചിട്ടും പിറ്റേ ദിവസം അതേ ടോപ്പിക്കിനെ ചോദിക്കുമ്പോൾ കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ വളരെ ഈ ഒരു സിറ്റുവേഷനിൽ പല പാരൻസും ചിന്തിക്കുന്നത് കുട്ടിക്ക് മടി അല്ലെങ്കിൽ കുട്ടിയുടെ കുറുമ്പ് കൊണ്ടാണ് കുട്ടിക്ക് ഇതൊന്നും കിട്ടാത്തത് എന്നാണ്. പക്ഷെ അത് വളരെയധികം തെറ്റായ ഒരു ധാരണയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ ഇത്ര മണിക്കൂർ ഇരുത്തി പഠിപ്പിച്ചിട്ട് പോലും കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ പാരൻസ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ, ഞാൻ പറഞ്ഞ മാതിരി CCLD അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങളിൽ ഇത് ഉണ്ടാവുന്നത്. പക്ഷെ ചാടി കയറി പെട്ടെന്ന് ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് LD ആണ് അല്ലെങ്കിൽ ഒരു പഠന വൈകല്യമാണ് എന്ന് മുദ്ര കുത്താനും പാടില്ല. കറക്റ്റ് നമ്മൾ കുഞ്ഞുങ്ങളെ അനലൈസ് ചെയ്ത് എവിടെയാണ് കുട്ടികളുടെ വീക്ക് പോയിന്റ്സ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ്, എത്രത്തോളം പഠിച്ചാലാണ് കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്, എത്ര പഠിപ്പിച്ചിട്ടും കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അത് കിട്ടുന്നില്ല എന്ന് ഒക്കെ നമ്മൾ പാരൻസ് അനലൈസ് ചെയ്യണം. എന്നിട്ട് അവസാനം മാത്രമാണ് നമ്മളൊരു ജഡ്ജ്മെന്റിൽ എത്താൻ പാടുള്ളൂ. ലൈക്ക് പെട്ടെന്ന് കയറി നമ്മൾ ജഡ്ജ്മെന്റിൽ ആവരുത്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠന വൈകല്യത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പം നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പല പാരൻസിനുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി അഥവാ ഈ ഒരു പഠന വൈകല്യം കുട്ടികളിൽ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ് ഇതിലുള്ളത് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ലേണിംഗ് ഡിസബിലിറ്റി മെയിനായിട്ട് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും കുട്ടിക്ക് എന്തോ കാര്യമായിട്ട് തകരാറുള്ളത് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിലെ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളുടെ ബ്രെയിൻ സെല്ലുകളിൽ ഉണ്ടാവുന്ന ആ പാറ്റേൺസിൽ വെച്ച് വരുന്ന ചെറിയ ചെറിയ ഒരു അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച്, അതുകൊണ്ടാണ് കുട്ടികളിൽ ഈ ഒരു പഠന വൈകല്യം ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല കാരണം, കുട്ടികളുടെ പഠന വൈകല്യത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അത് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി, ഒരു അമ്മ ഒരു കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നുണ്ട്. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ പീരിയഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുഞ്ഞിൻ്റെ. അപ്പോൾ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിനെയും ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി വളരെയധികം റിലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രീ നാറ്റൽ പീരിയഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ നമ്മളിപ്പോൾ ഒരു അമ്മ, പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ വളരെയധികം ആൽക്കഹോൾ യൂസ്, പെസ്റ്റിസൈഡ് എക്സ്പോഷർ അങ്ങനെ കുറേ അധികം ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഈ ഒരു LD വരാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കുട്ടിക്ക് ഈ പോസ്റ്റ് നാറ്റൽ പീരിയഡ് ആണ്. പോസ്റ്റ് നാറ്റൽ പീരിയഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കരഞ്ഞില്ല, കുട്ടി ആ ഒരു എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് കരഞ്ഞിരിക്കണം എന്ന് നമ്മൾ പറയും. കുട്ടി കരയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടിയുടെ ബ്രെയിനിലോട്ട് പെട്ടെന്ന് തന്നെ ഓക്സിജൻ സപ്ലിമെന്റ്സ് സപ്ലൈ ആകും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടിയുടെ ബ്രെയിനൊക്കെ വളരെയധികം നല്ലതാണ് എന്ന് നമ്മൾ പറയും. ഓക്സിജൻ ഡിപ്ലിവേഷൻ, കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് കുട്ടി കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഡിപ്ലിവേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്സിജന്റെ കുറവ് കൊണ്ട്, ബ്രെയിനിലോട്ട് എത്തുന്ന ഓക്സിജന്റെ കുറവ് കൊണ്ടും കുട്ടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ലേബർ ആണ്. ഒരുപാട് സമയം പ്രസവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രഗ്നന്റ് ആയിട്ട് ലേഡി പ്രസവിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്ത് അതിന് ശേഷമാണ് ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു LD വരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ പ്രസവത്തിന്റെ സമയത്ത് തന്നെ കുട്ടി മഷി ഇറക്കുക എന്ന് നമ്മൾ പറയും. മഷി ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളിലും ഈ ഒരു LDയുടെ ചാൻസസ് കൂടുതലാണ്. ആൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഈ ഒരു ഡ്രഗ് യൂസ്, കൂടുതൽ ആൽക്കഹോൾ യൂസ്, പെസ്റ്റിസൈഡ് എക്സ്പോഷർ, അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോഴും ഈ കുഞ്ഞിന്
ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അടുത്ത കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രിമച്വർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. പ്രിമച്വർ ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളിലും ELD വരാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലോ ബർത്ത് വെയിറ്റ് ഉണ്ടെങ്കിലും ഈ ചാൻസസ് കൂടുതലാണ്. പിന്നെ എന്ന് പറയുന്നത് മെയിനായിട്ട് ജെനറ്റിക്സ് ആണ് കേട്ടോ. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും LD ഉള്ള ആളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസ് തന്നെ LD ഉള്ള ആണ് എന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ വരുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെസ്റ്റിസൈഡ് യൂസ് ആൻഡ് എവറിത്തിങ്. പിന്നെ ഇതിൽ വളർന്നു വന്നൊരു കുട്ടിയിൽ നമുക്കിത് കാണപ്പെടുന്നത് മെയിനായിട്ട് പാരൻസിൽ നിന്നുള്ള ഒരു കണക്ഷൻ, പാരൻസിൽ നിന്നുണ്ടാവുന്ന ആ ഒരു കണക്ഷൻ കുറവ് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു പഠന വൈകല്യങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മെയിൻ വേറൊരു സംഭവം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറ്റിക്കൽ ഇഷ്യൂസിൽ തന്നെ ഈ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇപ്പോൾ 4 കുട്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ൽ 3 ആൺകുട്ടികളിലാണ് ഈ LD കാണപ്പെടുന്നത്. അതിന്റെ കാരണം മെയിനായിട്ട് അവരുടെ X ക്രോമസോംസ് കാരണമാണ് എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ആണ് മെയിൻ ആയിട്ടൊരു സംഭവം. കറക്റ്റ് പ്രോട്ടീൻസും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റ് നമുക്കൊരു പ്രഗ്നന്റ് ലേഡിക്ക് ഇത് കിട്ടുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളിൽ ഇത് കാണാം. പിന്നെ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഹെഡ് ഇഞ്ചുറി, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന ഹെഡ് ഇഞ്ചുറി, അങ്ങനത്തെ കുറച്ച് റീസൺസ് കൊണ്ടും ഇതുണ്ടാവാവുന്നതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ് ഫ്ലേവറിങ് ഏജൻസ്, അങ്ങനത്തെ കുറേ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഫുഡ് ഇൻടേക്ക് പ്രഗ്നൻസി ടൈമിൽ ഫുഡ് ഇൻടേക്കിൽ അത് കൂടുതലായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുട്ടികളിലെ ELD ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അക്കാഡമിക്സ് ബേസ്ഡ് മാത്രമല്ല കേട്ടോ. ഒരു കുട്ടിക്ക് അക്കാഡമിക്കലി നമ്മളിപ്പോൾ പറയുന്നത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും പിന്നെ അരിത്തമെറ്റിക്സ്, മാത്സ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമല്ല പ്രോബ്ലംസ് വരുന്നത്. ഒരു LD ഉള്ളൊരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് മെമ്മറി പവർ, അറ്റൻഷൻ, അതിലൊക്കെ പ്രോബ്ലംസ് വരും. അറ്റൻഷൻ സീക്കിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ലാക്ക് ഓഫ് അറ്റൻഷൻ ആണ് ആ കുഞ്ഞിനുണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പുറമേ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടിയുടെ മനസ്സിൽ മുഴുവനും. പുറത്തൊരു പൂച്ച ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പൂച്ച എങ്ങോട്ടായിരിക്കും പോവുക, അല്ലെങ്കിൽ ഇനി എന്നിട്ടാവും ഉണ്ടാവുക, അതൊക്കെ ആയിരിക്കും കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടാവുന്നത്. പിന്നെ നമ്മളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്ത് അത് മെമ്മറിയിൽ സൂക്ഷിച്ച് അത് തന്നെ നമ്മളടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നമ്മൾ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിനെ അത് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് സ്പീച്ചിലും ആ കുട്ടികളിലെ പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടാക്ടൈൽ ഡിസ്ഫങ്ഷൻ. ടാക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കുഞ്ഞ് ഇതൊരു പ്രത്യേക സാഹചര്യമാണ് കേട്ടോ. ഇതെല്ലാ കുട്ടികളും ഉണ്ടാവണം എന്നില്ല. LD ഉള്ള എല്ലാ കുട്ടികളിലും ഇത് കാണണമെന്നില്ല കേട്ടോ. ഇപ്പം LD എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളിലും ഈ വക എല്ലാ പ്രോബ്ലംസും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തൊരു കുഞ്ഞിന് ചിലപ്പോൾ ടാക്ടൈൽ ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ എഴുതാനും വായിക്കാനും അറിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മെമ്മറി പവർ ചിലപ്പോൾ നല്ലതായിരിക്കാം. ചിലപ്പോൾ എഴുതാനും വായിക്കാനും മാത്രം ഉണ്ടാവും, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവത്തുള്ളൂ. അപ്പോൾ LD എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാതും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില കുട്ടികളിൽ ഇതെല്ലാതും കാണാൻ സാധിക്കും ചെയ്യും കേട്ടോ. ടാക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ലൈറ്റ് എക്സ്പോഷ്യർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളെ ടച്ച് ചെയ്ത് ഒരു കുഞ്ഞിനെ ടച്ച് ചെയ്യാണ് എന്ന് വിചാരിക്കുക, ആ കുട്ടി പെട്ടെന്ന് അപ്സെറ്റ് ആൻഡ് ഇറിറ്റേറ്റഡ് ആവും. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒരു ലൈറ്റ് എക്സ്പോഷ്യർ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആൾ വന്ന് ടച്ച് ചെയ്തു, നമ്മൾ വീട്ടിലുള്ള ഒരാളെന്നെ ടച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കുട്ടിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾ വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആൻഡ് അപ്സെറ്റ് ആവുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആൻഡ് മെയിൻ ആയിട്ടുള്ള ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ADHDയും കണ്ടുവരുന്നുണ്ട്. ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ബിഹേവിയറും കൂടി കാണുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പാരൻസിനോടുള്ളൊരു ടിപ്പാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് എക്സസീവായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് അസസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ബെറ്റർ കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഓ മൈ ഗോഡ് എൻ്റെ കൊച്ചിന് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അതുകൊണ്ടല്ല ഞാനൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, നമ്മുടെ അടുത്ത് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റും ഈ കുട്ടി LD ആയിട്ടുള്ളൊരു കുഞ്ഞാണോ, അതോ ഈ കുഞ്ഞിൻ്റെ കുറുമ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ മടി കൊണ്ടാണോ ഈ കുഞ്ഞ് പഠിക്കാത്തത്, അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞ് സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു കിഡാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ. ആൻഡ് ഫോർ എക്സാമ്പിൾ
അത് മാത്രമല്ല ലൈക്ക് നമുക്ക് കൂടുതലായിട്ട് അവർക്ക് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റും. ഇത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ കുറച്ച് റെമഡിയേഷൻസ്, പഠന രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ ഈ കുട്ടികൾക്ക് നമുക്ക് വരുത്തേണ്ടി വരും. നോർമൽ കിഡ്സ് പഠിക്കുന്ന രീതിയിൽ നിന്ന് വിട്ട് കുറച്ച് പഠന രീതിയിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തി പിന്നെ പോരാത്തതിന് നമ്മൾ കുറച്ച് ഈ ബ്രെയിൻ ജിം, ഈ ഒരു സൈക്കോ തെറാപ്പി, അങ്ങനത്തെ കുറച്ച് തെറാപ്പീസും ബ്രെയിൻ ജിം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടുകൂടി കുഞ്ഞുങ്ങളിൽ ഈ ഒരു പഠന വൈകല്യങ്ങളൊക്കെ 90% നമുക്ക് ക്യൂർ ചെയ്ത് പിക്കപ്പ് ആക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങളിലുള്ള ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം ദ ഏജ് ഓഫ് 4 to 14, ഈ ഒരു 4 to 14 ഏജ് പീരിയഡിനുള്ളിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളിലുള്ള ഈ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് അതിനുള്ള കറക്റ്റ് റെമഡിയേഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫ് വേ ടു ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം അക്കാഡമിക്കലി ഈ കുട്ടികൾ വളരെയധികം പുറകോട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലി അവർ വളരെ പുറകോട്ടാവും. പാരൻസിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, അങ്ങനെ എല്ലാ സോഷ്യലി അവർക്ക് കൂടുതൽ പ്രഷറായിരിക്കും ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഷർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സെക്കൻഡറി ഇമ്പയർമെൻറ്റ്സ് കാണിച്ചു തുടങ്ങും. സെക്കൻഡറി ഇമ്പയർമെൻറ്റ്സ് കാണുന്നു പറയുമ്പോൾ ആ കുട്ടി വളരെ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വളരെ ഒരു ഒരു അഗ്രസീവ് സ്റ്റേറ്റിലോട്ട് ആ കുഞ്ഞ് മാറിപ്പോകും. സോ അതിൽ നിന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു റെമഡിയേഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.